ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിത് വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ്. അതായത് സെക്കൻഡ് സെം എക്സാം അല്ലേ, അതായത് ഇൻടേക്ക് സിറ്റ്സുകാരുടെ സെക്കൻഡ് സെം എക്സാം റെഗുലർ ആണെന്നുണ്ടെങ്കിൽ ഇൻടേക്ക് സിറ്റ്സിൻ്റെ സെക്കൻഡ് സെം എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ടൈം ടേബിൾ വന്നിട്ടില്ല. ഡേറ്റ് ഇപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിരിക്കുന്നത് സെപ്റ്റംബർ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ഫോർത്ത് സെമ്മിൻ്റെ എക്സാമിൻ്റെ മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ ഫസ്റ്റ് സെമ്മ് ആ ഒരു സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് സെമ്മിന് ഒരിക്കലും നിങ്ങൾ ആ ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വ്യത്യാസം വരുന്ന 2 സെമ്മാണ്. കാരണം ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തലേ ദിവസം നോക്കിപ്പോയി പിറ്റേ ദിവസം എക്സാം നല്ലപോലെ തന്നെ എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ് കണ്ടിട്ട്. അപ്പോൾ അത് ആയിരിക്കില്ല സെക്കൻഡ് സെമ്മിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങിയാലാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സെക്കൻഡ് സെമ്മിൻ്റെ എല്ലാ സബ്ജക്റ്റും നിൽക്കുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ടൈം ടേബിൾ വന്ന് പഠിക്കാം, ഒരാഴ്ച കിട്ടുമല്ലോ എന്നുള്ള രീതിക്ക് നിൽക്കരുത്. ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞത് നമുക്ക് അറിയണതാണ്. അതായത് ശനി ഞായറായിട്ടാണ് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫോർത്ത് സെമ്മിൻ്റെ എക്സാമുകാർക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഫോർത്ത് സെം എഴുതുന്നവർക്കും സാറ്റർഡേ സൺഡേ ആയിട്ട് തന്നെയാണ് എന്ത് വന്നിരിക്കുന്നത്, എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ചാൻസ് കൂടുതൽ. ആണെങ്കിലും അല്ലെങ്കിലും ഇന്ന് തൊട്ട് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. കോഴ്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതായത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ ക്രിമിനോളജിൻ്റെയും ഈ 2 സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെ അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വായിച്ച് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.